നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. മറ നീക്കുന്ന അട്ടിമറി. ബാർ കേസിൽ നുണപരിശോധനയ്ക്ക് വിധേയനാകില്ലെന്ന് മന്ത്രി കെ ബാബു. പ്രതിയല്ലാത്തതിനാൽ നുണപരിശോധനയുടെ ആവശ്യമില്ല. ആരോപണങ്ങൾ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അന്വേഷണം എത്ര ഇഴഞ്ഞാലും സത്യം പുറത്തുവരുമെന്നും മന്ത്രി ബാബു. ബാർ കോഴക്കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് ADGP ജേക്കബ് തോമസിനെ മാറ്റി. ജേക്കബ് തോമസിനെ മാറ്റിയത് മാണിയുടെയും ബാബുവിന്റെയും ആവശ്യപ്രകാരമെന്ന് ആക്ഷേപം. ജേക്കബ് തോമസിനെ മാറ്റിയെന്ന വാർത്ത നിഷേധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ സർക്കാരിനെതിരായ ഗൂഢാലോചനയുടെ ഭാഗമെന്നും ചെന്നിത്തല. കോഴ ആരോപണത്തിൽ മന്ത്രി മാണിയും ബാബുവും നുണപരിശോധനയ്ക്ക് ഹാജരാകണമെന്ന ആവശ്യവുമായി VS അച്യുതാനന്ദൻ. നായകന് മോചനം. വാഹനാപകടക്കേസിൽ ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ ശിക്ഷ ബോംബെ ഹൈക്കോടതി മരവിപ്പിച്ചു. 5 വർഷത്തെ തടവ് ശിക്ഷ മരവിപ്പിച്ചത് അപ്പീലിൽ തീരുമാനം വരുന്നതുവരെ. അപ്പീലിൽ മുംബൈ ഹൈക്കോടതി വിശദവാദം കേൾക്കും. അന്തിമ തീരുമാനം വരുന്നതുവരെ സൽമാൻ ജയിലിൽ പോകേണ്ടതില്ല. മുംബൈ സെഷൻസ് കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചത് ബാന്ദ്രയിൽ ബേക്കറിക്ക് മുന്നിൽ ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ കേസിൽ. ശിക്ഷ മരവിപ്പിച്ചതിൽ ബോളിവുഡിന് ആശ്വാസം. ഹൈക്കോടതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ. സൽമാൻ ജയിലിൽ പോകുന്നത് സഹിക്കാൻ കഴിയില്ലെന്ന് കത്തെഴുതിയ ആരാധകൻ വിഷം കഴിച്ചു. 2002 സെപ്റ്റംബർ 28-ന് അപകടം നടക്കുമ്പോൾ സൽമാൻ മദ്യലഹരിയിലെന്ന് സെഷൻസ് കോടതി. വാഹനാപകടം കൊലപാതകമെന്ന് പരിഗണിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. സാക്ഷിമൊഴികൾ പൂർണ്ണമല്ലെന്നും കോടതി. കൈവെട്ടിന് ആശ്വാസ തടവ്. മതനിന്ദയുടെ പേരിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കൊച്ചി NIA കോടതി ശിക്ഷ വിധിച്ചു. 10 പ്രതികൾക്ക് 8 വർഷം തടവ്, 3 പ്രതികൾക്ക് 2 വർഷം തടവ്. ജീവപര്യന്തം ശിക്ഷ നൽകണമെന്ന NIA ആവശ്യം തള്ളി. 8 വർഷം തടവ് വിധിച്ചത് അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്തവർക്ക്. മുഖ്യപ്രതി ഉൾപ്പെടെ 5 പ്രതികൾ ഇപ്പോഴും ഒളിവിൽ. അധ്യാപകന് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. പ്രതികൾ ചെയ്ത കുറ്റം ഒരു തരത്തിലും പൊറുക്കാനാകില്ലെന്ന് കോടതി. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ. വിധിയെഴുത്തിൽ മാറ്റമില്ലാതെ ബ്രിട്ടനിൽ അധികാരം നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ ഡേവിഡ് കാമറൂൺ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഡേവിഡ് കാമറൂണിന്റെ കൺസർവേറ്റീവ് പാർട്ടി മുന്നിൽ. കാമറൂണിന് അനുകൂലമായി എക്സിറ്റ് പോൾ ഫലങ്ങളും. 316 സീറ്റ് നേടി കൺസർവേറ്റീവ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. കാമറൂണിന് കനത്ത വെല്ലുവിളിയായി ലേബർ പാർട്ടി. അവസാന നിമിഷം വരെ പോരാട്ടം ഒപ്പത്തിനൊപ്പം. അന്തിമഫലം വൈകിട്ടോടെ. തിരഞ്ഞെടുപ്പിൽ നിർണായകമായി 10 ലക്ഷത്തോളം ഇന്ത്യക്കാരുടെ വോട്ടുകൾ. ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പിൽ 50,000 പോളിംഗ് ബൂത്തുകളിലായി വോട്ട് ചെയ്തത് 65 ലക്ഷം പേർ. ബ്രിട്ടനിൽ തൂക്കുസഭയുടെ സാധ്യത തള്ളാതെ രാഷ്ട്രീയ നിരീക്ഷകർ. കൺസർവേറ്റീവ് പാർട്ടിക്ക് വെല്ലുവിളിയായി സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റുകളും. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.